ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സെക്കൻഡ് മൊഡ്യൂള് നമ്മുടെ ടോപ്പിക്ക് വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ തേർഡ് മൊഡ്യൂളിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് കുറച്ച് ബിൽഡിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസുകളാണ്. അതായത് എന്താണ് ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ പ്ലാസ്റ്ററിങ് എന്താണ്, പോയിൻറ്റിങ് എന്താണ്, ഒരു ഫോം വർക്ക്, ആൻഡ് ദെൻ എന്താണ് അതിൽ വരുന്ന കുറച്ച്, അതായത് ഈ ഡെഫിനിഷൻസുകളൊക്കെയാണ് നമുക്ക് ഇതിനകത്തുള്ള ഓരോന്നും എന്താണെന്നും, ഷോറിങ് എന്ന് പറയുന്നത് എന്താണ്, സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ കുറച്ച് ടേംസുകളെ കുറിച്ചും. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് ഒരു മാസനറിയാണ്. ഒരു ബ്രിക്ക് മാസനറി എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ സ്റ്റോൺ മാസനറി എന്താണ്, അതിൽ വരുന്ന ബോണ്ടുകൾ ഏതൊക്കെയാണ്. ഈ ടോപ്പിക്സൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് തേർഡ് മൊഡ്യൂൾ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തേർഡ് മൊഡ്യൂളിലേക്ക് കടക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡാം പ്രൂഫ് കോഴ്സാണ്. ഫസ്റ്റ് വൺ, ഡാം പ്രൂഫ് കോഴ്സ്. Dampness in a building may occur due to bad design, faulty construction and use of a poor quality material. അപ്പോൾ ഒരു ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു ബിൽഡിങ്ങിനകത്ത് എന്തിനാണ് ഈ ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കുന്നത്? ഡാംനെസ് എന്ന് പറഞ്ഞാൽ ഈർപ്പം, മോയ്സ്ചർ കണ്ടന്റ്. അപ്പോൾ ഒരു ബിൽഡിങ്ങിനകത്ത് ഒരു മോയ്സ്ചർ വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കൺസ്ട്രക്ഷൻ്റെ ഒരു ഡിസൈൻ ഫോൾട്ടി ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യാത്ത, അതായത് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈൻ പ്രോപ്പർ അല്ല ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ അത് നല്ലൊരു ക്വാളിറ്റി അല്ല, പോർ ക്വാളിറ്റി മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഈ വാൾസിലൊക്കെ നമുക്ക് എന്ത് കാണാൻ കഴിയും? മോയ്സ്ചർ കണ്ടൻറ്റ് കാണാൻ കഴിയും. അപ്പോൾ അതിനുള്ള കാരണം ഒന്നില്ലെങ്കിൽ ഡിസൈനിൽ വരുന്നൊരു ഫോൾട്ടായിരിക്കാം, ഓർ അതർവൈസ് മെറ്റീരിയൽസ്. ഇപ്പോൾ ബ്രിക്ക് ആണെങ്കിൽ അത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അല്ല, ബ്രിക്കല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഓർ അതർവൈസ് സിമെൻറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മോട്ടാർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചിരിക്കുന്ന സിമെൻറ്റ് അത് നല്ല ക്വാളിറ്റി അല്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അതൊക്കെ കാരണം ഡാംനെസ് ഉണ്ടാകാം, ബിൽഡിങ്ങിനകത്ത് ഒരു ഈർപ്പം, മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിൽക്കാം. But to check the entry of water or moisture into a building, damp proof courses are placed at various levels. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ എൻട്രി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാം പ്രൂഫ് കോഴ്സ് പല ലെവൽസിലായിട്ട് പ്രൊവൈഡ് ചെയ്യണം, വേരിയസ് ലെവൽസിലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഈ ഡാം പ്രൂഫ് കോഴ്സസുകൾ നമ്മൾ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്ചർ കണ്ടൻറ്റിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു ഡാം പ്രൂഫ് കോഴ്സ്, ഒരു ലെയർ കൊടുക്കുക. ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡാംപ്നെസ്സിനെ പ്രൂഫ് ചെയ്യുന്ന കോഴ്സസുകൾ കൊടുക്കുക എന്നർത്ഥത്തിലാണ്. The treatment given to prevent leakage of water from roof is generally termed as waterproofing. വാട്ടർ ലീക്കേജ്, റൂഫിലൂടെ ഉണ്ടാകുന്ന വാട്ടർ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിനകത്ത് നമുക്കൊരു ഡാം പ്രൂഫ് കോഴ്സ് നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഫൗണ്ടേഷൻ കഴിഞ്ഞ് ബേസ്മെൻറ്റ് കഴിഞ്ഞ് അതിന് മുകളിൽ നമ്മൾ ഒരു കോൺക്രീറ്റ് വർക്ക് ചെയ്യാം. വാള് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അതായത് ബിഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ലെയർ കോൺക്രീറ്റ് വർക്ക് കൊടുക്കും. അതൊരു ഡാം പ്രൂഫ് കോഴ്സാണ്. ദാറ്റ് ഈസ് ഓൾസോ എ ഡാം പ്രൂഫ് കോഴ്സ്. ഇപ്പോൾ ബെൽറ്റ് വർക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും, അതൊരു ഡാം പ്രൂഫ് കോഴ്സാണ്. കാരണം വാൾസിലേക്ക് ഒരിക്കലും ബേസ്മെൻറ്റിൽ നിന്ന് വാട്ടർ കണ്ടൻറ്റ് എൻട്രി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ലെയർ, കോൺക്രീറ്റ് ലെയർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. പ്രൊവിഷൻ ഓഫ് DPC പ്രിവെൻറ്റ് എൻട്രി ഓഫ് മോയ്സ്ചർ ഫ്രം വാൾസ്, ഫ്ലോർ ആൻഡ് ബേസ്മെൻറ്റ് ഓഫ് എ ബിൽഡിംഗ്. അപ്പോൾ ഒരു DPC, ഒരു ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇറ്റ് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് മോയ്സ്ചർ, ഏതിലൂടെയുള്ള എല്ലാം വരുന്ന മോയ്സ്ചറിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്നു. വാൾസിലൂടെ എൻട്രി ചെയ്യാം, ഫ്ലോറിലൂടെ എൻട്രി ചെയ്യാം, ബേസ്മെൻറ്റ്, ഒരു ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻറ്റിലൂടെ എൻട്രി ചെയ്യാം മോയ്സ്ചർ കണ്ടൻറ്റ്. അപ്പോൾ ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് ഇഫ് DPC ഈസ് പ്രൊവൈഡഡ്, ഒരു DPC കൊടുത്തു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഡാംനെസ് ബിൽഡിങ്ങിൽ വരാനുള്ള കാരണം ഫോൾട്ടി കൺസ്ട്രക്ഷൻ ആയിരിക്കാം, ഓർ അതർവൈസ് പോർ ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എൻട്രി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, മോയ്സ്ചർ കണ്ടൻറ്റ് എൻട്രി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് വാൾസിലൂടെയും ഫ്ലോറിലൂടെയും ബേസ്മെൻറ്റിലൂടെയും വരുന്ന മോയ്സ്ചറിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഫിഗർ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡാം പ്രൂഫ് കോഴ്സ് കൊടുത്തിരിക്കുന്നതാണ്. അതായത് താഴെ ഫൗണ്ടേഷൻ, മുകളിൽ നമുക്ക് ഗ്രൗണ്ടിന് മുകളിൽ കാണുന്ന ബേസ്മെൻറ്റ്, തറയാണ് അല്ലേ, ബേസ്മെൻറ്റ് കാണും. ആ ബേസ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വാള് കൺസ്ട്രക്ട് ചെയ്യും. പക്ഷേ വാള് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ
പ്രൊവൈഡ് എ ലെയർ ഓഫ് ഡാം പ്രൂഫ് കോഴ്സ്. ഒരു ഡാം പ്രൂഫ് കോഴ്സിൻ്റെ ഒരു ലെയർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് കാണാം. അതൊരു കോൺക്രീറ്റ് വർക്കാണ്. ഓക്കെ, ഒരു RCC വർക്കാണെന്ന് പറയാം. ഒരു റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് വർക്കാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ ഒരു ഫിഗർ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വൺ, കോസസ്. വാട്ട് ആർ ദ കോസസ് ഓഫ് ഡാംനെസ്? ഒരു ഡാംനെസ്സിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ബിൽഡിംഗ് ഓറിയൻറ്റേഷൻ ഓഫ് ബിൽഡിംഗ്. ഡാംനെസ്സിന് കാരണം ഒന്ന് ബിൽഡിങ്ങിൻ്റെ ഓറിയൻറ്റേഷനാണ്. വാൾസ് ആർ അഫക്റ്റഡ് ബൈ ഡാംനെസ് വെൻ ദേ ഗെറ്റ് ഫ്രീക്വൻറ്റ് സ്പ്ലാഷ് ഓഫ് വാട്ടർ ആൻഡ് ലെസ് സൺഷൈൻ. അതായത് വാൾസുകൾ ഡാംനെസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ വാൾസിൽ മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിൽക്കാം. എങ്ങനെയാണ്? ഫ്രീക്വൻ്റ് ആയിട്ട് വാട്ടർ അതിലേക്ക് വന്ന് ഫോൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ ആ ഒരു വാൾസിൽ വന്നിട്ട് സൺഷൈൻ്റെ ഒരു ഇത് കുറവായി കിട്ടുന്നുള്ളൂ. അതായത് കുറച്ച് എമൗണ്ട് മാത്രമേ അവിടെ സൺലൈറ്റ് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ കൂടുതലായിട്ട് വാട്ടർ സ്പ്ലാഷിങ് എന്നും നടന്നുകൊണ്ടിരിക്കുന്നു. വാട്ടറിനിപ്പോൾ റെയിൻ കണ്ടിന്യൂസ് ആയിട്ട് ആ വാളിൽ വന്ന് ഫോൾ ചെയ്യുന്നു. അതേപോലെ പക്ഷേ അവിടെ ഉണ്ടാകുന്ന സൺലൈറ്റിൻ്റെ എമൗണ്ടും കുറവാണ്. അപ്പോൾ ഓറിയൻറ്റേഷൻ ഓഫ് ദ ബിൽഡിംഗ് ആൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി ഡാം പ്രിവെൻഷൻ. അപ്പോൾ എങ്ങനെ ഒരു ബിൽഡിംഗ് ഫേസ് ചെയ്ത് നിൽക്കുന്നു, എന്തിനെ ഫേസ് ചെയ്ത് നിൽക്കുന്നു? അതായത് ഇപ്പോൾ നന്നായിട്ട് റെയിനിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്, അങ്ങോട്ടാണ് അതിൻ്റെ ഫേസിങ് വരുന്നത്, ബിൽഡിങ്ങിൻ്റെ ഫേസ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാംനെസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് ദിശയിലേക്ക്, ഏത് ഡയറക്ഷനിലേക്കാണോ ഫേസ് ചെയ്ത് നിൽക്കുന്നത്, അപ്പോൾ നല്ല സൺലൈറ്റ് ലഭിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് ഒരു ബിൽഡിംഗ് ഫേസ് ചെയ്ത് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഡ്രൈ കണ്ടീഷൻ ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ബിൽഡിങ്ങിൻ്റെ ഓറിയൻറ്റേഷൻ ഒരു കാരണമാണ്, ഡാംനെസ്സിനുള്ള ഒരു കാരണമാണ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ, റെയിൻ വാട്ടറാണ്. ദ റെയിൻ വാട്ടർ ക്യാൻ ഡയറക്ട്ലി പെനിട്രേറ്റ് ഫ്രം റൂഫ് ഫോർ ഇറ്റ്സ് വേരിയസ് കമ്പോണൻറ്റ്സ്. The dampness can also enter into the wall from its exposed faces, which are subjected to heavy showers of rain. റെയിൻ വാട്ടർ പെനിട്രേറ്റ് ചെയ്യുന്നു റൂഫിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് വേരിയസ് കമ്പോണൻസിൽ നിന്ന് റെയിൻ വാട്ടർ എൻ്റർ ചെയ്യാം. അപ്പോൾ ഡാംനെസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് റെയിന് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന വാൾസിലേക്ക് തീർച്ചയായിട്ടും ഡാംനെസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ റെയിൻ വാട്ടർ ഒരു ഫാക്ടറാണ്. കണ്ടിന്യൂസ് ആയിട്ട് റെയിൻ വാട്ടർ ചിലപ്പോൾ റൂഫിലൂടെയോ അല്ലെങ്കിൽ മറ്റ് കമ്പോണൻസിലൂടെ ഒരു ബിൽഡിങ്ങിനുള്ളിലേക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഡാംനെസ് വാളിൽ എൻ്റർ ചെയ്യുന്നത് ഏത് വാളാണോ അറ്റ്മോസ്ഫിയറായിട്ട് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നത് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് റെയിൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡാംനെസ് ക്രിയേറ്റ് ചെയ്യും. ദസ് റെയിൻ വാട്ടറിൻ്റെ ഒരു കോസസ് ആണ് ഡാംനെസ്സിനുള്ളത്. നെക്സ്റ്റ് വൺ, exposed tops of wall. Exposed tops of walls such as top of boundary walls and parapet walls will have entry of water through the top of the wall if the proper protection is not given. അടുത്തൊരു ഡാംനെസ്സിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വാൾസുകൾ എക്സ്പോസ് ചെയ്തിട്ടുള്ള ടോപ്പ് വാൾസുകൾ ഒരു റീസണാണ്. അതായത് ഇപ്പോൾ ബൗണ്ടറി വാൾസ് ആണെന്ന് വിചാരിക്കുക, ജസ്റ്റ് ഒരു 2 ഏരിയാസിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ബൗണ്ടറി വാൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബൗണ്ടറി വാൾ എന്ന് പറയുന്നതിൻ്റെ മുകൾ ഭാഗം ടോപ്പ് പോർഷൻ എപ്പോഴും എക്സ്പോസ്ഡ് ആയിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റെയിന് വന്ന് ആ ഒരു ഫേസിൽ വന്ന് ഫോളോ ചെയ്യുന്ന സമയത്തും, അല്ലെങ്കിൽ പാരപ്പറ്റ് വാൾസുകൾ ബിൽഡിങ്സ് നമ്മൾ ചുറ്റും നമ്മൾ മുകൾ ഒരു ടോപ്പ് ഫ്ലോറിന് മേലെ കൊടുക്കുന്ന പാരപ്പറ്റ് വാൾസിലും തീർച്ചയായിട്ടും അതിലൂടെ എല്ലാം വാട്ടർ എന്ത് ചെയ്യുന്നു, വാൾസിനുള്ളിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ എക്സ്പോസ്ഡ് വാൾസുകൾ അതിൻ്റെ ടോപ്പിലൂടെ വാട്ടർ എൻ്റർ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡാംനെസ് ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ, റൈസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. മോയ്സ്ചർ ഫ്രം വെറ്റ് ഗ്രൗണ്ട് മേ റൈസ് വെൽ above ground level due to capillary action of soil and building materials used. നെക്സ്റ്റ് വൺ, ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ റൈസ്, അതായത് സാധാരണ ഒരു ഗ്രൗണ്ട് വാട്ടർ ലെവലിൽ നിന്ന് വാട്ടർ ലെവൽ കൂടുതലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ കാപ്പിലറി ആക്ഷൻ വഴി അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു, ബിൽഡിങ്ങിലേക്ക് കടക്കാം. അതായത് ഗ്രൗണ്ട് ലെവൽ സാധാരണ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഗ്രൗണ്ട് ലെവൽ വാട്ടർ ലെവൽ കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് വെറ്റായിരിക്കും. അപ്പോൾ കാപ്പിലറി ആക്ഷൻ വഴി എന്ത് ചെയ്യുന്നു, ബിൽഡിങ്ങിനുള്ളിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യാം. ദെൻ പോർ ഡ്രെയിനേജ് ഓഫ് ദി സൈറ്റ്. ഇൻ ലോ ലൈയിങ് ഏരിയാസ് വാട്ടർ കനോട്ട് ബി ഈസിലി ഡ്രെയിൻഡ് ഓഫ് ആൻഡ് ക്രിയേറ്റ് വാട്ടർ ലോഗിങ്. പ്രോപ്പറായിട്ട് വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകാത്തൊരവസ്ഥ. ഇപ്പോൾ ഈ ഒരു താഴ്ന്ന പ്രദേശങ്ങളിൽ ലോ ലൈയിങ് ഏരിയാസിലെല്ലാം വാട്ടർ ഒരിക്കലും
കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ വാട്ടർ ലോഗിങ് എന്ന് പറയുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അതെന്ത് ചെയ്യുന്നു, വെള്ളം കെട്ടി നിൽക്കുന്നു. എത്ര വാട്ടർ വന്നു കഴിഞ്ഞാലും അത് സാച്ചുറേറ്റഡ് കണ്ടീഷനിലായിരിക്കും. അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, താഴേക്ക് ഇറങ്ങിപ്പോയില്ല. അപ്പോൾ വെള്ളം അവിടെ കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോ ലൈങ് ഏരിയാസിൽ വാട്ടർ ഒരിക്കലും ഡ്രെയിൻ ചെയ്ത് പോകുന്നില്ല, അവിടെ നിന്ന് റിമൂവ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ അത് വാട്ടർ ലോഗിങ് അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് എത്ര വാട്ടർ വന്നു കഴിഞ്ഞാലും വെള്ളം മണ്ണിനുള്ളിലേക്ക് താഴ്ന്ന് ഇറങ്ങി പോകാത്ത ഒരു അവസ്ഥയിലേക്ക് വരും, വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കും, ഈ വാട്ടർ അവിടെ ചുറ്റും വെള്ളമായതുകൊണ്ട് തന്നെ ബിൽഡിങ്ങിനുള്ളിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് പുവർ ഡ്രെയിനേജ് ഓഫ് ദി സൈറ്റിൽ ഒരു വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകാത്തൊരു കണ്ടീഷനാണ് എന്ന് പറഞ്ഞാലും വാട്ടർ ലോഗ് അവിടെയും ഡാംനെസ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ന്യൂ കൺസ്ട്രക്ഷനാണ്. ന്യൂലി കൺസ്ട്രക്റ്റഡ് വാൾസ് റിമെയിൻ വെരി ഡാം കണ്ടീഷൻ ഫോർ എ കൺസിഡറബിൾ പീരിയഡ്. അതായത് ഇപ്പോൾ സാധാരണ ഒരു പുതിയതായിട്ടൊരു വാൾ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഡാം കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വാട്ടറിങ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ പുതിയതായിട്ടൊരു ബിൽഡിംഗ് അവിടെ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും വാട്ടറിങ് ചെയ്തുകൊണ്ടിരിക്കേണ്ടാവും. ഒരു പെർട്ടിക്കുലർ പീരീഡ് എങ്കിലും അവിടെ വെള്ളം നനയ്ക്കുന്നുണ്ടാവും അല്ലേ, വാട്ടറിങ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ഡാം കണ്ടീഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഒരു ഈർപ്പം, ഒരു മോയ്സ്ചർ കണ്ടന്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതാണ് ന്യൂ കൺസ്ട്രക്ഷനിൽ പറയുന്നത്. ദെൻ ബാഡ് വർക്ക്മാൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫക്റ്റീവ് കൺസ്ട്രക്ഷൻ ദി ജോയിൻറ്റ്. ഇപ്പോൾ ജോയിൻസുകൾ പ്രോപ്പറായി ചെയ്യാത്തൊരവസ്ഥ. ഇപ്പോൾ 2 ബ്രിക്കുകൾ വെച്ചു, അപ്പോൾ 2 ബ്രിക്കുകൾ വയ്ക്കുമ്പോൾ നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ആ ജോയിൻറ്റ്സ് ഫില്ല് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോയിൻറ്റ്സിലൂടെയും എന്ത് സംഭവിക്കാം, വാട്ടർ എൻ്റർ ചെയ്യും. അപ്പോൾ ബാഡ് വർക്ക്മാൻഷിപ്പും കാരണം എന്ത് സംഭവിക്കാം, ഡാംനെസ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഒരു ബിൽഡിങ്ങിനകത്ത് ഡാംനെസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെയൊക്കെ എഫക്റ്റ് എന്താണ് എന്ന് നോക്കാം. ടോപ്പിക് എഫക്റ്റ് ഓഫ് ഡാംനെസ്. ഡാംനെസ്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? ഇറ്റ് ക്രിയേറ്റ് അൺഹെൽത്തി കണ്ടീഷൻ ഓഫ് ദി ഓക്യുപ്പൻസ് ഓഫ് ദി ബിൽഡിംഗ്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഒരു അൺഹെൽത്തി കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് ഏത് ബിൽഡിങ്ങിലാണോ ഡാംനെസ് ഉള്ളത് അത് യൂസ് ചെയ്യുന്ന അവിടെ ഉപയോഗിക്കുന്ന താമസക്കാർക്ക് ഒരു അൺഹെൽത്തി ആയിട്ട് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. Next point, due to dampness, plasters become soft and crumpled. ഡാംനെസ് കാരണം പ്ലാസ്റ്റർ ചെയ്തത് സോഫ്റ്റ് ആകുകയും പെട്ടെന്ന് അടർന്നു പോവുകയും ചെയ്യും. തേർഡ് പോയിന്റ്, ഇറ്റ് കോസസ് വാർപ്പിംഗ് ആൻഡ് ഡീകേ ഓഫ് ടിമ്പർ. ടിമ്പർ വാർപ്പ് ചെയ്യുകയും ഡീകേ സംഭവിക്കുന്നു. ടിമ്പർ പെട്ടെന്ന് ബെൻഡ് ആകുകയും അത് ഡീക്കേയും സംഭവിക്കുന്നു ഇഫ് ദർ ഈസ് എ ഡാംനെസ്. നെക്സ്റ്റ് പോയിന്റ്, the metals used in the construction of the building are subjected to corrosion. ബിൽഡിംഗ്, അതായത് ഏത് ബിൽഡിംഗ് ആണോ ഇപ്പോൾ ഡാംനെസ്സിന് വിധേയമാകുന്നത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റൽസ് എല്ലാം കൊറോഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇലക്ട്രിക്കൽ ഇൻസുലേഷൻസ് ആർ ഡാമേജ്ഡ്. ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ഡാമേജ് സംഭവിക്കുന്നു. ഇൻസുലേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇലക്ട്രിസിറ്റിയെ കടത്തി വിടാത്ത ഒരു ഇതാണ് ഇൻസുലേഷൻസ് എന്ന് പറയുന്നത്. പക്ഷേ പെട്ടെന്ന് ഡാംനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈർപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഇൻസുലേറ്റിംഗ് പവർ നഷ്ടപ്പെടുന്നു, പെട്ടെന്ന് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു പോകും. അപ്പോൾ ആ ഇൻസുലേഷൻ പവർ കപ്പാസിറ്റി നഷ്ടപ്പെടുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഫ്ലോർ കവറിങ് മെറ്റീരിയൽസ് ആർ ഡാമേജ്ഡ്. ഇപ്പോൾ ഫ്ലോർ ഫിനിഷ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കവർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസുകൾക്ക് ഡാമേജ് സംഭവിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, ടെർമൈറ്റ് ഗ്രോത്ത് ഫാസ്റ്റായിട്ട് സംഭവിക്കുകയും മോസ്കിറ്റോ ബ്രീഡിങ്ങിന് ഒരു സോഴ്സ് എന്നതാണ് ഇപ്പോൾ ഡാംനെസ്. ഇപ്പോൾ ഡാം പ്ലേസസിൽ ധാരാളമായിട്ട് മോസ്കിറ്റോ ബ്രീഡിങ് നടക്കും. അതേപോലെ ഇറ്റ് കോസസ് എ ഫ്ലോറസൻസ് ഇൻ ദി ബ്രിക്സ് ആൻഡ് ടൈൽസ്. ബ്രിക്കിലും ടൈലിലും അതിൻ്റെ സർഫസിൽ സാൾട്ട് ഡെപ്പോസിഷനെയാണ് എഫ്ലോറസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാംനെസ് കാരണം അവിടെ ഒരു എഫ്ലോറസൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡാംനെസ്സിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അൺഹെൽത്തി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു. പ്ലാസ്റ്റേഴ്സ് സോഫ്റ്റ് ആകുകയും ക്രംപിൾ ചെയ്തു പോകുന്നു. ടിമ്പർ വാർപ്പിങ്ങും ഡീക്കേ സംഭവിക്കുന്നു. മെറ്റൽസ് കൊറോഡ് ചെയ്യുന്നു. ഇൻസുലേഷൻസ്, ഇലക്ട്രിക് ഇൻസുലേഷൻ ഡാമേജ് സംഭവിക്കുന്നു. ഫ്ലോർ കവറിങ് മെറ്റീരിയൽസ് ഡാമേജ് ആവുന്നു. ടെർമൈറ്റിൻ്റെ ഗ്രോത്ത് ഫാസ്റ്റായിട്ടും മോസ്കിറ്റോ ബ്രീഡിങ്ങും അവിടെ നടക്കുന്നു. എഫ്ലോറസൻസ് ലീഡ് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക് മെത്തേഡ്സ് ആണ്. മെത്തേഡ്സ് ഓഫ് ഡാം പ്രൂഫിംഗ് എന്ന് പറയുന്നത്. മെംബ്രെയിൻ ഡാം പ്രൂഫിംഗ്.
മെത്തേഡ്സുകൾ, ഡാം പ്രൂഫിങ്ങിനുള്ള മെത്തേഡുകൾ, ഏതൊക്കെ രീതിയിൽ നമുക്കൊരു ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കാം. മെംബ്രെയിൻ ഡാം പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് കൺസിസ്റ്റ് ഓഫ് എ പ്രൊവൈഡിങ് എ ലെയേഴ്സ് ഓർ എ മെംബ്രെയിൻ ഓഫ് എ വാട്ടർ റിപ്പലന്റ് മെറ്റീരിയൽ ബിറ്റ്വീൻ ദി സോഴ്സ് ഓഫ് ഡാംനെസ് ആൻഡ് ദ പാർട്ട് ഓഫ് ദി സ്ട്രക്ചർ അഡ്ജസൻറ്റ് ടു ഇറ്റ്. It may comprise of materials like bituminous felt, mastic asphalt, plastic or polythene sheet, cement, concrete, etc. അതായത് ഒരു ലെയർ ഓഫ് വാട്ടറിനെ റിപ്പൽ ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ഒരു ലെയർ നമ്മളെ ഡാംപ്നെസ്സിന് കാരണമായതും ആൻഡ് ഏത് സ്ട്രക്ചറിലാണോ ആ ഒരു സംഭവിക്കുന്നത്, ഏത് ഭാഗത്താണ് സംഭവിക്കുന്നത്, അതിനിടയിലായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, ഒരു വാട്ടറിനെ റിപ്പൽ ചെയ്യുന്ന ഒരു ലെയർ പ്രൊവൈഡ് ചെയ്യുക. അതാണ് മെംബ്രെയിൻ ഡാം പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ. ഒരു വാട്ടറിനെ റിപ്പൽ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ അല്ലെങ്കിൽ ഒരു ലെയർ ഇൻ ബിറ്റ്വീൻ ഒരു എവിടെ നിന്നാണോ വെള്ളം വരുന്നത് സോഴ്സ്, അവിടെ അതിനിടയിലും അവിടെ, അതായത് ആ ഒരു സോഴ്സിനും അതേപോലെ ഏത് സ്ട്രക്ചറിൻ്റെ ഏത് പാർട്ടിലാണോ അതിൻ്റെ അവിടെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാട്ടറിനെ റിപ്പൽ ചെയ്യുന്ന ഒരു ലെയർ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അത് ഏതൊക്കെ ആയിരിക്കാം? ഒരു ബിറ്റുമിനസ് ഫെൽട്ട് ആയിരിക്കും. അതായത് ബിറ്റുമിനസ് ഫെൽട്ട് മീൻസ് ഒരു വാട്ടർ പ്രൂഫ് ഷീറ്റാണ്. ഒരു വാട്ടർ പ്രൂഫ് ഷീറ്റിനാണ് ബിറ്റുമിനസ് ഫെൽട്ട് എന്ന് പറയുന്നത്. മാസ്റ്റിക് ആസ്ഫാൾട്ട് എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് അല്ല, ഇറ്റ്സ് നോട്ട് എ കോൺക്രീറ്റ്, ഒരു കോഴ്സ് അഗ്രിഗേറ്റും അതേപോലെ ബിറ്റുമിൻ്റെയും ഒരു മിക്സ്ചറിനെയാണ് മാസ്റ്റിക് ആസ്ഫാൾട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ലെയർ കൊടുക്കാം, ഒരു മിക്സ്ചർ കൊടുക്കാം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിമെൻറ്റ് കോൺക്രീറ്റ് ഉപയോഗിക്കാം. അങ്ങനെയുള്ളതാണ് ഒരു മെംബ്രെയിൻ ഡാം പ്രൂഫായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മെംബ്രെയിൻ ഡാം പ്രൂഫ് എന്ന് പറയുന്ന സമയത്ത് വാട്ടറിനെ റിപ്പൽ ചെയ്യുന്ന ഒരു ലെയർ ഇൻ ബിറ്റ്വീൻ ദ സോഴ്സ് ഓഫ് ഡാംനെസ്സിനും അതേപോലെ ഒരു സ്ട്രക്ചറിൻ്റെ പാർട്ടിനും ഇടയിലായിട്ട് കൊടുക്കുക എന്നതാണ്. അപ്പോൾ അതിൽ വരുന്നത് ബിറ്റുമിനസ് ഫെൽട്ട്, മാസ്റ്റിക് ആസ്ഫാൾട്ട്, പ്ലാസ്റ്റിക് ഓർ പോളിത്തീൻ ഷീറ്റ്, സിമെൻറ്റ് കോൺക്രീറ്റ് എന്നതാണ്. ഇതാണ് മെംബ്രെയിൻ ഡാം പ്രൂഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇൻറ്റഗ്രൽ ഡാം പ്രൂഫിംഗ് ആണ്. Integral dam proofing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആഡിങ് certain വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് വിത്ത് ദ കോൺക്രീറ്റ് മിക്സ്. ഇതിൽ എന്താണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സുകൾ കോൺക്രീറ്റ് മിക്സുമായിട്ട് ആഡ് ചെയ്യും. ആഡിങ് certain വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സ് വിത്ത് ദ കോൺക്രീറ്റ് മിക്സ്. ഒരു കോൺക്രീറ്റ് മിക്സുമായിട്ട് ചില വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട്സുകൾ ആഡ് ചെയ്യുന്നു. അതാണ് ഇൻറ്റഗ്രൽ ഡാം പ്രൂഫിംഗ് എന്ന് പറഞ്ഞാൽ. ദ കോമ്പൗണ്ട് മെയ്ഡ് ഫ്രം ക്ലേ, സാൻഡ് ഓർ ലൈം ഹെൽപ്പ് ടു ഫിൽ ദ വോയിഡ്സ് ഇൻ ദ കോൺക്രീറ്റ് ആൻഡ് മേക്ക് ഇറ്റ് വാട്ടർ പ്രൂഫ്. ഏതൊക്കെ കോമ്പൗണ്ടാണ് എന്ന് പറഞ്ഞാൽ ക്ലേയോ സാൻഡോ ലൈമോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോൺക്രീറ്റ് മിക്സിൻ്റെ വോയിഡ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ കോമ്പൗണ്ടുകൾ ഉപയോഗിക്കുന്നു. എന്നിട്ടത് ഒരു വാട്ടർ പ്രൂഫായിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ വാട്ടർ പ്രൂഫ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ടുകൾ ഒരു കോൺക്രീറ്റ് മിക്സുമായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വാട്ടർ പ്രൂഫ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ക്ലേ, സാൻഡ്, ലൈം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കോൺക്രീറ്റിന് വോയിഡ്സ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ അത് വാട്ടർ പ്രൂഫ് ആക്കുകയാണ് ചെയ്യുന്നത്. അനദർ ഫോം ഓഫ് കോമ്പൗണ്ട് ലൈക്ക് ആൽക്കലൈൻ സിലിക്കേറ്റ്, അലുമിനിയം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ് എക്സെട്ര റിയാക്ട് കെമിക്കലി വെൻ മിക്സഡ് ഇൻ കോൺക്രീറ്റ് ടു പ്രൊഡ്യൂസ് വാട്ടർ പ്രൂഫ് കോൺക്രീറ്റ്. ഒരു വാട്ടർ പ്രൂഫ് കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കോൺക്രീറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യുന്നതാണ് ഇൻറ്റഗ്രൽ ഡാം പ്രൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺക്രീറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ആൽക്കലൈൻ സിലിക്കേറ്റ്, അലുമിനിയം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ് എന്നീ പറയുന്ന കോമ്പൗണ്ടുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് അത് കെമിക്കലി അത് റിയാക്ട് ചെയ്യുകയും ഒരു വാട്ടർ പ്രൂഫ് കോൺക്രീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു വാട്ടർ പ്രൂഫിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് മിക്സിലേക്ക് ഏതെങ്കിലും മെറ്റീരിയൽ ആഡ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റഗ്രൽ ഡാം പ്രൂഫിംഗ് എന്ന് പറയുന്നത്. ഇൻറ്റഗ്രൽ ഡാം പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡിങ് എ സർട്ടൺ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് വിത്ത് ദി കോൺക്രീറ്റ് മിക്സ്. ഒരു കോൺക്രീറ്റ് മിക്സുമായിട്ട് ഏതെങ്കിലും വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് ആഡ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റഗ്രൽ ഡാം പ്രൂഫിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സർഫസ് ട്രീറ്റ്മെൻ്റ് ആണ്. സർഫസ് ട്രീറ്റ്മെൻറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡൺ ടു ഫിൽ ദ വോയിഡ്സ് ഓഫ് ദി സർഫസ് ഓഫ് ദി ഫേസിംഗ് വാൾ പെയിൻറ്റ്, സിമെൻറ്റ് കോട്ടിംഗ് എക്സെട്ര ആർ യൂസ്ഡ് ഫോർ സർഫസ് ട്രീറ്റ്മെൻറ്റ്. സർഫസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസിലുള്ള വോയിഡ്സ് ഫില്ല് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വാൾ പെയിൻറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സിമെൻറ്റ് കോട്ടിംഗ് ഉപയോഗിച്ചിട്ട്, ഇതൊക്കെ ഒരു സർഫസ് ട്രീറ്റ്മെൻ്റ് ആണ്. സർഫസിലെ വോയിഡ്സുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി വാൾ പെയിൻറ്റോ സിമെൻറ്റ് കോട്ടിങ്സോ ഉപയോഗിക്കുന്നു എന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് method, cavity wall construction. Cavity wall construction means it consists in
shielding the main wall of the building by an outer skin wall, leaving a cavity in between the two. അതായത് ഇപ്പോൾ ഫിഗർ ഒന്ന് നോക്കാം. ഫിഗറിൽ കാണാൻ പറ്റുന്നുണ്ട് ഇൻസൈഡ് യുവർ ഹോം, അതായത് ഒരു ബിൽഡിങ്ങിൽ ഒരു വാളുണ്ട്, അതിന് പുറമെ മെയിൻ വാളിന് പുറമെ ആ മെയിൻ വാളിനെ കവർ ചെയ്തുകൊണ്ട് ഔട്ടറിലൊരു സ്കിൻ വാൾ കൊടുത്തിട്ടുണ്ട്. ഔട്ടറിലൊരു സ്കിൻ വാളുണ്ട്. അപ്പോൾ റെയിന് വന്നു കഴിഞ്ഞാലും അതേപോലെ എന്താണെങ്കിലും അത് എക്സ്പോസ് ചെയ്യുന്നത് ആ പറയുന്ന സ്കിൻ വാളിനായിരിക്കും. ആ റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ് സ്കിൻ വാൾ. അപ്പോൾ മെയിൻ വാളിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഔട്ടറിലൊരു സ്കിൻ വാളുണ്ട്. ആ രണ്ട് വാൾസിനും ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ക്യാവിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ മെയിൻ വാളിന് യാതൊരു കാരണവശാലും ഒന്നും തന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു ക്യാവിറ്റി ശരിക്കും മോയ്സ്ചർ എൻ്റർ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ക്യാവിറ്റി വാൾ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബിൽഡിങ്ങിൻ്റെ മെയിൻ വാളിന് പുറമെ ഒരു ഔട്ടറിലൊരു സ്കിൻ വാൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സ്കിൻ വാളാണ് ശരിക്കും അറ്റ്മോസ്ഫിയറായിട്ട് എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നത്. ആ രണ്ടിനും ഇടയിലുള്ളൊരു ക്യാവിറ്റി കാരണം എന്ത് സംഭവിക്കുന്നു? മെയിൻ വാൾ യാതൊരു കാരണവശാലും മോയ്സ്ചറിന് വിധേയമാകുന്നില്ല, അതിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇതാണ് ക്യാവിറ്റി വാൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് മെത്തേഡ് ഗണ്ണിങ് ആണ്. It consists of depositing an impervious layer of rich cement mortar over the surface to be waterproofed. വാട്ടർപ്രൂഫ് ചെയ്യേണ്ട സർഫസിലേക്ക് ഒരു സിമൻറ്റ് മോട്ടാർ അവിടെ എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് ചെയ്യുക. അതും എങ്ങനെയാണ്? അതൊരു യൂസിങ് എ മെഷീൻ, ഒരു സിമൻറ്റ് ഗണ്ണ് ഉപയോഗിച്ചുകൊണ്ട് നല്ല ഹൈ ഫോഴ്സിൽ തന്നെ സിമൻറ്റ് മോട്ടാർ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മിക്സ്ചറിന് ഹൈ പ്രഷറിൽ ഒരു ഫ്ലെക്സിബിൾ ഹോസ് ഉപയോഗിച്ചിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ആ സർഫസിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമൻറ്റ് മോട്ടാർ ഒരു സർഫസിൽ അപ്ലൈ ചെയ്യുന്നു അണ്ടർ ഹൈ പ്രഷർ ബൈ എ മെഷീൻ കാൾഡ് സിമൻറ്റ് ഗൺ ഉപയോഗിച്ച് ചെയ്യും. ഇതാണ് ഗണ്ണിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഇതൊരു മെത്തേഡ് ഓഫ് ഡാം പ്രൂഫാണ്. മെത്തേഡ്സുകൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഡാം പ്രൂഫിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സാണ് ഈ പറഞ്ഞതെല്ലാം ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷനിൽ നമുക്ക് പ്ലാസ്റ്ററിങ്, പോയിൻറ്റിങ് ആൻഡ് ഫോം വർക്ക്, സ്കഫോൾഡിങ് ആൻഡ് അണ്ടർ പിന്നിങ് ഇങ്ങനെയുള്ള കുറച്ച് ടേംസുകളാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഡാം പ്രൂഫ് കോഴ്സസ്, അതേപോലെ അതിന് വരുന്ന കോഴ്സസുകൾ പറഞ്ഞു, എഫക്റ്റ് പറഞ്ഞു, മെത്തേഡ്സുകൾ പറഞ്ഞു. ദിസ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. Okay, thank you.